വിൽക്കുവാൻ നിരത്തി വച്ച പൈങ്കിളിയെപ്പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ. വിൽക്കുവാൻ നിരത്തി വച്ച പൈങ്കിളിയെപ്പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ. വില കൊടുത്തു വാങ്ങി നമ്മളാടുമാടുകൾ, അതെങ്കിൽ വില കൊടുത്തു കൂടെ വിടും മകളെ നാം ചിലർ. വില കൊടുത്തു വാങ്ങി നമ്മളാടുമാടുകൾ, അതെങ്കിൽ വില കൊടുത്തു കൂടെ വിടും മകളെ നാം ചിലർ. വേട്ടയാടി കാട്ടുമൃഗം കൂട്ടിവച്ച തീറ്റയെ കട്ടെടുത്തു തിന്ന പോൽ നികൃഷ്ടനീതി സ്ത്രീധനം. നാണമില്ലേ ആണതന്നു പേരു ചൊല്ലുവാൻ, നിനക്കു വേറൊരാൾ വിയർത്തതിന്റെ ഉപ്പു തിന്നു വാഴുവാൻ. നാണമില്ലേ ആണതന്നു പേരു ചൊല്ലുവാൻ, നിനക്കു വേറൊരാൾ വിയർത്തതിന്റെ ഉപ്പു തിന്നു വാഴുവാൻ. ആദ്യം ആദം എന്ന വേദം ചേർത്തു വച്ച നീതികൾക്കു കൂട്ടുപോകുവാൻ കൊളുത്തി വച്ചു നാം ഇരുട്ടിനെ. ഭീരുവെന്ന പേരിനേകനർഹനാണ് പുരുഷനെന്ന നേരനിന്നിതാനമീ നഖങ്ങൾ പൂത്ത കണ്ണുകൾ. പേടിയാണവന്നു പെണ്ണിനെ പ്രപഞ്ചശക്തിയെ. പേടിയാണവന്നു പെണ്ണിനെ പ്രപഞ്ചശക്തിയെ. അറയിലെങ്കിൽ അറയിലും മറയിലെങ്കിൽ മറയിലും, ഉടലിനപ്പുറം കടന്ന പ്രണയമെന്ന പൊരുളിലും. പേടിയാണവന്നു പെണ്ണ്. വളവന്നൂർ ഗ്രാമപഞ്ചായത്ത് അംഗൻവാടി പ്രവർത്തകർ നടത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ, പിന്നെ സ്ത്രീധന നിരോധനം, ബാലവിവാഹം എന്നിവയെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണ പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിന് വളവന്നൂർ പഞ്ചായത്തിലെ എല്ലാ അംഗൻവാടി പ്രവർത്തകരും പങ്കെടുത്തിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിൽ നിന്നും ഇത്തരം അനീതികളെ തുടച്ചു നീക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ഇതിനു വേണ്ടി നമ്മളെല്ലാം കേരളത്തിലുടനീളം എല്ലാ പഞ്ചായത്തുകളിലും പ്രൊജക്റ്റുകളിലും ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. വളവന്നൂർ പഞ്ചായത്തിലെ 33 അംഗൻവാടികളുടെ പ്രവർത്തകർ നടത്തിയ പരിപാടിയാണിത്. ഇതിൽ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് കനൽക്കുട്ട് എന്ന ഒരു കവിതയെ ആധാരമാക്കി ഒരു അവതരണവും ഇവിടെ നടത്തുന്നുണ്ട്. ഇതിനോടനുബന്ധിച്ച് ഇതിലേക്ക് പങ്കാളികളായ എല്ലാ വർക്കർമാരെയും ട്രഡീഷണൽ റെസിഡൻസിൻ്റെ കീഴിൽ വളവന്നൂർ പഞ്ചായത്തിൽ നടക്കുന്ന ഓണക്കുട്ടികളുടെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഈ ഒരു പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും. വളവന്നൂർ ഗ്രാമപഞ്ചായത്ത് നടത്തിയിട്ടുള്ള ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും അറിയിക്കും. പ്രപഞ്ചശക്തിയെ നേടിടാൻ കഴിഞ്ഞിടില്ലവന്നവൾക്കുമേൽ ജയം. നേടിടാൻ കഴിഞ്ഞിടില്ലവന്നവൾക്കുമേൽ ജയം. പേടികൊണ്ടവന്നവളെ കൂടഴിപ്പുരാണമൊന്നിൽ പാതിവൃത്യ താഴടച്ചു ദേവതയാക്കി. അവകാശവും കടമയും സ്ത്രീക്കും പുരുഷനും ഒരുപോലെയാണ്. സ്ത്രീധനം ആ സമത്വത്തെ തകർക്കുന്നു എന്നെനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഞാൻ സ്ത്രീധനം വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യുകയില്ല. എന്റെ ബന്ധുക്കളെയും കൂട്ടുകാരെയും നാട്ടുകാരെയും ഞാൻ സ്ത്രീധനം വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യുന്നതിൽ നിന്ന് വീടകത്തെ നൂൽവലിക്കളത്തിനുള്ളിലാടിടേണ്ട പാവയല്ല പെണ്ണവൾ നനുത്ത പച്ചയാൾ. നോവിനാൽ കരഞ്ഞിടുന്ന നേർമയിൽ ചിരിച്ചിടുന്ന നേടുവാൻ വിയർത്തിടുന്ന നേരുപച്ചയാൾ. എരിഞ്ഞു തീരുവാൻ
തീക്കനൽ. കപട പുരുഷബോധമേ, കപട പുരുഷബോധമേ, നിനക്കടക്കി വാഴുവാൻ അബലയല്ല ചപലയല്ല അഗ്നി എന്നവൾക്കു പേർ. അബലയല്ല ചപലയല്ല അഗ്നി എന്നവൾക്കു പേർ. ഓർത്തുവയ്ക്ക നീ അവൾക്കു പാതി മാത്രമാണതിന്റെ പാതിയില്ലവൾ പ്രപഞ്ചസാര സൗഭഗം. ആരുമാരെയും ഭരിച്ചിടാതെ തോളുരുമ്മിയാൽ കാടടക്കി നാടടക്കി ക്ഷീരപഥം കൂടടക്കി ആരിമഹാമാരികൾ തൻ പേരൊടുക്കി പോരൊടുക്കി പൂർണ്ണതയ്ക്കു പൂർണ്ണമെന്നൊരർത്ഥമെന്ന നേരടക്കി ആമിദേവരച്ചിരം തെരഞ്ഞതാം പരമ്പൊരുൾ നേടുമെന്ന് സ്ത്രീ പുരുഷ ശ്രീലയത്തിൽ മാനുഷർ. അപ്പോഴേ ചരാചരങ്ങൾ അത്ഭുതപ്പെടും, അപ്പോഴേ ചരാചരങ്ങൾ അത്ഭുതപ്പെടും. മനുഷ്യരിത്രമേലുദാത്തമോ പ്രപഞ്ച സൃഷ്ടിയിൽ. അപ്പോഴേ ചരാചരങ്ങൾ അത്ഭുതപ്പെടും. ചായ നിന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഇതുപോലെ ഒരു വീടുണ്ടേ. മോളെ മോളെ എന്താ അമ്മേ? എവിടെ അമ്മേ ചേച്ചി ക്ഷീണിതയാണല്ലോ. എന്താ പറ്റിയത്? അയ്യോ, അത് ഞാൻ അടുക്കളയിൽ പണി ചെയ്തപ്പോൾ. അതൊന്നല്ലല്ലോ, എന്റെ കയ്യിൽ നിറച്ച് മുറിവൊക്കെ ഉണ്ടല്ലോ. അതെന്താ പറ്റിയത്? മോളെ എന്താണ് പറയും മോളെ, നിനക്ക് പറഞ്ഞൂടെ? നിനക്ക് പറഞ്ഞു, നീ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെ ഉണ്ട്. ഗാർഹിക പീഡനം ഞങ്ങൾക്ക് നടക്കാൻ പാടില്ല. അതെല്ലാവരും എന്ത് സംഭവിച്ചാലും നീ അത് അറിയിക്കണം. ഞങ്ങൾ പോയിട്ട് കൗൺസിലറോട് പറഞ്ഞിട്ട് വരട്ടെ ഞാൻ കേട്ടാ. എന്തേ പറ്റിയത്? ഹലോ, എവിടെ? എന്താടി എന്നോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലേ? എത്ര പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലേ? ഇനി മേലെ ആവർത്തിച്ചാലുണ്ടല്ലോ. എന്താണ് ഇവിടെ ഒരു സൗണ്ടൊക്കെ? 2-3 ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നത്. എന്താണ് ഇവിടെ? അത് ഞങ്ങളെ വീട്ടിലെ കാര്യം. അത് നിങ്ങൾ എന്തിനാ അന്വേഷിക്കേണ്ട ആവശ്യം? അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിവിടെ ഒരു ജോലി, ഒരു കൗൺസിലറായി നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്കത് വന്ന് അന്വേഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്തമുണ്ട്. ഒരു സ്ത്രീ ബഹുമാനവും സുരക്ഷയ്ക്ക് ഒരു സ്ത്രീയുടെ അവകാശമാണ്. ഈ ഗാർഹിക പീഡനം ഒരു കുറ്റാണ്. അതിപ്പോൾ രവിക്ക് അറിയില്ല. രവി ഈ കാലത്തൊന്നും വരെ ജീവിച്ചിരുന്ന ഒരുപാട് നിയമങ്ങളുണ്ട് ഗാർഹിക പീഡനത്തിനെതിരെ. ഒരു നോട്ടം കൊണ്ടുപോലോ ഒരു ഇത് കൊണ്ടുപോലോ ഒരു സ്ത്രീയെ വേദനിപ്പിക്കാൻ പാടില്ല. അതിന് ഗവൺമെൻറ് തലത്തിലും പല കൗൺസിലിംഗ് ആയിട്ടും പല പല ആനുകൂല്യങ്ങളും അവരെ ഒപ്പം നിൽക്കാനും കൂടെ ജീവിക്കാൻ പറ്റൂല. മേഡം, അത് ഞാൻ എൻ്റെ 2 മക്കളെ ആലോചിച്ചിട്ടാണ് ഇവരെ കൂടെ ജീവിക്കുന്നത്. ഇവരെ കൂടെ ജീവിക്കാൻ അത്രയും ഞാൻ സഹിക്കുന്നത്. കാരണം ഇന്നലെ ഞാൻ എൻ്റെ കുട്ടി ഒരു വേദന ഇവരും കൊണ്ട് ഉമ്മയാണെന്ന് പറഞ്ഞിട്ട് ഉമ്മമാർക്കൊന്നും അറിയില്ല ഈ സമൂഹത്തിൽ ഞങ്ങൾക്ക് അറിയില്ല നിങ്ങൾ ഒരുപാട് സ്ത്രീധനം കൊടുത്ത് ഈ കുട്ടികളാണ്ട് കല്യാണം കഴിച്ച് കൊടുത്തിട്ട് പിന്നെ നിങ്ങളുടെ ഉമ്മ വരുമ്പോൾ എന്താ പറഞ്ഞു കൊടുക്കുന്നത്? അവിടെ എന്തെങ്കിലും പറയുമ്പോൾ അതൊക്കെ ഉണ്ടാവും. അങ്ങനെയല്ല നിങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടേ? ഞങ്ങൾക്ക് അറിയില്ലായിരുന്നത് ആരും. ഇനി എൻ്റെ അടുത്തുനിന്ന് പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ അവളെ നല്ലപോലെ നോക്കിക്കോളാം. ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഹസ്ബൻഡെങ്കിലും ഒരുപാട് നമ്പറുകളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ അറിയില്ലായ്മയോട് പറ്റിക്കോളാം. ഞാൻ നല്ലൊരു ഇതായിട്ട് പോവുകയാണ്. അപ്പം ഈ സ്ത്രീയുടെ സ്നേഹം എന്നും ഉണ്ടാവണം. മക്കളൊക്കെ നല്ല രീതിയിൽ നോക്കുക. ഇപ്പൊ ഗാർഹിക പീഡനത്തിനെതിരെ നമുക്ക് ഒത്തൊരുമിച്ചാണ്. മനുഷ്യർ ഇത്രമേലുദാത്തമോ
പ്രപഞ്ച സൃഷ്ടിയിൽ